ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. പുതിയ മാസത്തിലേക്ക്, മാർച്ച് മാസം 2025 എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓൾറെഡി എല്ലാവരും എത്തിയെന്നറിയാം, എങ്കിൽ എൻ്റെ വകയായിട്ടൊരു ആശംസ നേരുകയാണ്. ഈ ഒരു മാസക്കാലം നമുക്കെല്ലാവർക്കും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. എനിക്ക് എൻ്റെ ചെറിയ പ്രായം മുതൽ ഇഷ്ടമുള്ളൊരു വ്യക്തിത്വമാണ് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ജനഗണമനയും നമുക്കറിയാം. എന്നാൽ ഇന്ന് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏതാനും ചില കോട്ടിങ്സാണ്. അതായത്, ഗോ നോട്ട് ടു ദ ടെമ്പിൾ ടു പുട്ട് ഫ്ലവേഴ്സ് അപ്പോൺ ദ ഫീറ്റ് ഓഫ് ഗോഡ്. ഫസ്റ്റ് ഫിൽ യുവർ ഓൺ ഹൗസ് വിത്ത് ദ ഫ്രാഗ്രൻസ് ഓഫ് ലവ് ആൻഡ് കൈൻഡ്നസ്. നമ്മൾ ഒരു ദേവാലയത്തിലേക്ക്, ഒരു ടെമ്പിളിലേക്ക് കടന്നുപോയി ദൈവത്തിൻ്റെ പാദത്തിൽ പൂക്കൾ അർപ്പിക്കുന്നതിന് പകരം ആദ്യം നമ്മളുടെ ഭവനത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഫ്രാഗ്രൻസ് പരത്തുന്നതായ പൂക്കൾ വിതരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ, നോട്ട് ഗോ ടു ദ ടെമ്പിൾ ടു ലൈറ്റ് ക്യാൻഡിൽസ് ബിഫോർ ദ ആൾട്ടർ ഓഫ് ഗോഡ്. ഫസ്റ്റ് റിമൂവ് ദ ഡാർക്ക്നെസ് ഓഫ് സിൻ, പ്രൈഡ് ആൻഡ് ഈഗോ ഫ്രം യുവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിൽ നിന്നും പ്രൈഡും ഈഗോയൊക്കെ എടുത്തു മാറ്റുകയും അതുപോലെ പാപത്തിൻ്റെ ആ ഇരുളിനെ നീക്കുകയാണ് വേണ്ടത്. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ആൾട്ടറിൻ്റെ മുമ്പിൽ പോയി ക്യാൻഡിൽ കത്തിക്കുന്നതല്ല ആവശ്യമെന്ന് പറയുന്നു. അതേപോലെ, ഗോ നോട്ട് ടു ദ ടെമ്പിൾ ടു ബോ ഡൗൺ യുവർ ഹെഡ് ഇൻ പ്രെയർ. ഫസ്റ്റ് ലേൺ ടു ബോ ഇൻ ഹ്യൂമിലിറ്റി ബിഫോർ യുവർ ഫെലോ മെൻ ആൻഡ് അപ്പോളജൈസ് ടു ദ ദോസ് യു ഹാവ് റോങ്ഡ്. നമ്മൾ തെറ്റ് ചെയ്തവരോട് നമ്മൾ ആദ്യം ക്ഷമിക്കുക. അതുപോലെ തന്നെ നമ്മൾ താഴ്മയിലേക്ക് നമ്മുടെ കൂടെയുള്ള മനുഷ്യരുടെ മുമ്പിൽ തല കുനിക്കുവാനായിട്ട് പഠിക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ പോയി ടെമ്പിളിൽ പോയിട്ട് പ്രാർത്ഥനയിൽ തല വണങ്ങുന്നതിനെ കഴിഞ്ഞും തല കുനിക്കുന്നതിനെ കഴിഞ്ഞും അതാണ് ഉത്തമമെന്ന് പറയുന്നു. ഗോ നോട്ട് ടു ദ ടെമ്പിൾ ടു പ്രേ ഓൺ ബെൻഡഡ് നീസ്. ഫസ്റ്റ് ബെൻഡ് ഡൗൺ ടു ലിഫ്റ്റ് സംവൺ ഹൂ ഈസ് ഡൗൺ ട്രോഡൻ ആൻഡ് സ്ട്രെങ്തൻ ദ യങ് വൺസ്, നോട്ട് ടു ക്രഷ് ദം. അപ്പോൾ നമ്മൾ ടെമ്പിളിൽ പോയി പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കി അങ്ങനെ നമ്മുടെ തലയെ കുനിച്ച് മുട്ടിനെ മടക്കിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്, നമ്മുടെ നീസിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചുറ്റുപാടുമുള്ള അതായത് ഒരു വീണ് കിടക്കുന്നവനെ, ഡൗൺ റോഡനായിട്ടുള്ളവനെ ലിഫ്റ്റ് ചെയ്യുക, അവനെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് അതിനായിട്ട് നമ്മൾ കുനിയണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ യങ്ങായിട്ടുള്ളവരെ സ്ട്രെങ്തൻ ചെയ്യണം. അതുപോലെ തന്നെ കഷ്ടത്തിലിരിക്കുന്നവരെ വീണ്ടും ക്രഷ് ചെയ്യുവാനായിട്ട് ശ്രമിക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചുരുക്കുകയാണ്. എന്നാൽ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ബൈ ടു യു ഓൾ. ബൈ.